ഈ ബി.ജെ.പിയുടെ മുന്നേറ്റത്തിന്റെ പിന്നിലുള്ള കാരണം എന്താണ്? ബി.ജെ.പിയുടെ മുന്നേറ്റത്തിന്റെ പിന്നിലുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബി.ജെ.പി പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു സംഭവമാണ് തെരഞ്ഞെടുപ്പിലൂടെ സംഭവിച്ചിട്ടുള്ളത്. CPM കണക്കൂട്ടിയത് അങ്ങനെ തന്നെയാണ്. ബി.ജെ.പി കയറി കൂടുന്നത് കോൺഗ്രസിന്റെ പരമ്പരാഗത വോട്ട് ബാങ്കിലായിരിക്കും, UDFന്റെ വോട്ട് ബാങ്കിലായിരിക്കും എന്നാണ് പ്രതീക്ഷ. കാരണം എവിടെയൊക്കെ കോൺഗ്രസ് ദുർബലമാകുന്നു അവിടെയൊക്കെ ബി.ജെ.പി കയറി വരുന്ന കാഴ്ചയാണ് കണ്ടിട്ടുള്ളത്. ബി.ജെ.പി LDFനെ ദുർബലമാക്കുക എന്നുള്ള ഒരു അവരെ അജണ്ടപ്പെടാത്ത കാര്യമാണ്. അവർക്ക് ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ചക്ക വീണപ്പോൾ മോലിയെത്ത പോലെ ആയിപ്പോയി. കാരണം അവർ UDFനെ കോൺഗ്രസിനെ ദുർബലമാക്കുക എന്ന് തന്നെയായിരുന്നു ദേശീയ തലത്തിലുള്ള അജണ്ട. ഏറ്റവും വലിയ പാർട്ടിയായിട്ട് ബി.ജെ.പി മാറുന്ന ഒരു കാഴ്ചയാണ് കാണാൻ പറ്റുന്നത്. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് പൊളിറ്റിക്കലായിട്ട് വോട്ട് ചെയ്ത ഒരു തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. രാജൻ ഭായ് നമസ്കാരം. നമസ്കാരം. രാജൻ ഭായ്, അപ്രതീക്ഷിതമായിട്ടാണ് UDF കേരളത്തിൽ ഈ ത്രിതല പഞ്ചായത്തിൽ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ചർച്ച ചെയ്തു പോകേണ്ട ഒരു വിഷയമാണ് ബി.ജെ.പിയുടെ മുന്നേറ്റം. ബി.ജെ.പിയുടെ മുന്നേറ്റത്തെ ഒന്നും നമുക്ക് സൈഡ് ലൈൻ ചെയ്യാനായിട്ടൊന്നും പറ്റത്തില്ല. ഈ ബി.ജെ.പിയുടെ മുന്നേറ്റത്തിന്റെ പിന്നിലുള്ള കാരണം എന്താണ്? ബി.ജെ.പിയുടെ മുന്നേറ്റത്തിന്റെ പിന്നിലുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബി.ജെ.പി പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു സംഭവമാണ് തെരഞ്ഞെടുപ്പിലൂടെ സംഭവിച്ചിട്ടുള്ളത്. CPM കണക്കൂട്ടിയത് അങ്ങനെ തന്നെയാണ്. ബി.ജെ.പി കയറി കൂടുന്നത് കോൺഗ്രസിന്റെ പരമ്പരാഗത വോട്ട് ബാങ്കിലായിരിക്കും, UDFന്റെ വോട്ട് ബാങ്കിലായിരിക്കും എന്നാണ് പ്രതീക്ഷിച്ചത്. നമ്മൾ പൊതുവിലുള്ള ഒരു കാഴ്ചപ്പാട്. കാരണം എവിടെയൊക്കെ കോൺഗ്രസ് ദുർബലമാകുന്നു അവിടെയൊക്കെ ബി.ജെ.പി കയറി വരുന്ന കാഴ്ചയാണ് കണ്ടിട്ടുള്ളത്. അതേസമയം തിരിച്ചുള്ള അനുഭവം CPM സംബന്ധിച്ചിടത്തോളം ത്രിപുരയിൽ മാത്രമേ ഉള്ളൂ. അവിടെ CPM ദുർബലമായപ്പോൾ അവിടെ ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻ ഇല്ല, അപ്പോൾ ബി.ജെ.പി അവിടെ വന്നു. ബംഗാളിൽ CPM ദുർബലമായപ്പോൾ മമതയാണ് വന്നത്, ബി.ജെ.പി അല്ല, ഒന്നുമല്ല വന്നത്. CPM കോൺഗ്രസും കൂടി ഒരുമിച്ച് അവിടെ നിൽക്കുന്നത്. ഇവർക്ക് സ്പേസും ഇല്ല. ഇപ്പൊ ചിത്രത്തിൽ മമത വേഴ്സസ് സുവേന്ദു അധികാരി അല്ലെങ്കിൽ മമത വേഴ്സസ് നരേന്ദ്രമോദി എന്ന് തന്നെ പറയാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. നരേന്ദ്രമോദിയുടെ അമിത്ഷായുടെയും അടുത്ത ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് പിന്നെ ബംഗാൾ പിടിക്കുക എന്നുള്ളത്. ത്രിപുരയിലെ കോൺഗ്രസ് MLA-മാരെല്ലാവരും കൂടെ ബി.ജെ.പിയിലേക്ക് പലായനം ചെയ്തു. അതെ, ഞാൻ പറഞ്ഞത് പിന്നെ ആ രീതിയിലൊക്കെയുള്ള ഒരു പോക്ക് ഇവിടെ ഉണ്ടാവും എന്നുള്ളതാണ് കുട്ടി. കാരണം കോൺഗ്രസിനെ വിഴുങ്ങാം എന്നുള്ളതാണ്. പക്ഷെ കോൺഗ്രസിന് കിട്ടേണ്ട വോട്ട് കിട്ടുകയും ബി.ജെ.പിയെ ഒരു ഭീതിയോടുകൂടി കൂടി കാണുന്ന ആളുകൾ, ഈ പിന്നെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർ, പ്രത്യേകിച്ചും മുസ്ലിം മത വിഭാഗത്തിൽപ്പെട്ടവർ, അവർ UDFന് അനുകൂലമായി വോട്ട് ചെയ്യുകയും CPM-നകത്തുള്ള പരമ്പരാഗതമായി അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന പണ്ട് സവർണ വിഭാഗത്തിൽപ്പെട്ടവരുടെ വോട്ടാണ് ബി.ജെ.പിയിലേക്ക് പോയിരുന്നതെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള അവരുടെ മറ്റു ഉപവിഭാഗങ്ങളിൽപ്പെട്ട പ്രത്യേകിച്ച് ഈഴവ സമുദായത്തിലും ബാക്കിയുള്ള സമുദായങ്ങളിലും ഒക്കെയുള്ള വോട്ടുകൾ അത് നേരെ ബി.ജെ.പിയിലേക്ക് അവിടെ നിന്നാണ് പോയത്. ഇങ്ങനെയുള്ള സംഭവമാണ് ഉണ്ടായത്. അവർ കണക്കുകൂട്ടിയത് കോൺഗ്രസ്സിലെ പിന്നെ ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ള വോട്ടുകൾ പിടിക്കാമെന്ന് എഴുതിയപ്പോൾ അത് അവിടെ തന്നെ നിന്നു. അതിനോടൊപ്പം ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തിരുന്ന മുസ്ലിം വോട്ടർമാർ കൂടി UDFന് അനുകൂലമായിട്ട് വോട്ട് ചെയ്തു. LDFന് അനുകൂലമായി വോട്ട് ചെയ്തിരുന്ന ഇതര ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട വോട്ടുകൾ ബി.ജെ.പിയിലേക്ക് പോവുകയും ചെയ്തു. ഇതാണ് സംഭവിച്ചത്. അതിലെല്ലാത്തിനും ഡാമേജ് വന്നത് LDFനും CPM-നുമാണ് എന്നുള്ളതാണ്. ഇത് പിന്നെ ഇവർ തിരിച്ചറിഞ്ഞില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രശ്നം. ഇത് ഈ പൾസ് മനസ്സിലാക്കുന്നതിൽ അത് സെൻസ് ചെയ്യുന്നതിൽ വലിയൊരു പാളിച്ച CPM-നുണ്ടായി. ഇത് കുറേ കാലങ്ങളായിട്ടുള്ളതാണ്. PMS-ൻ്റെ ഒക്കെ കാലഘട്ടത്തിലെന്ന് പറഞ്ഞാൽ നമുക്ക് ഓർമ്മയുണ്ട്, നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോഴും പ്രീ-ഡിഗ്രിക്ക് പഠിക്കുമ്പോഴും ഒക്കെ എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ ശേഷമുള്ള പ്രഡിക്ഷനകത്ത് അത് വോട്ട് ചെയ്ത് പെട്ടിയിലാക്കിയതിന് ശേഷം അതുവരെ വേണമെങ്കിൽ എല്ലാവർക്കും അവകാശവാദം ഉന്നയിക്കാം, ഞങ്ങൾ ജയിക്കും, അതൊരു ടെമ്പോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ പോളിംഗ് കഴിഞ്ഞതിന് ശേഷവും ഇവർ കണക്ക് കൂട്ടി അടിയിൽ നിന്നുള്ള കണക്കെടുത്ത് സ്റ്റേറ്റ് കമ്മിറ്റി കൂടി പ്രഖ്യാപനം നടത്തും, ഇത്ര സീറ്റ് തൊട്ട് ഇത്ര സീറ്റ് വരെ ജയിക്കാം. അത് തുടർച്ചയായിട്ട് പരാജയപ്പെടുന്ന കാഴ്ച നമ്മൾ കാണുന്നത്. 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, അന്ന് എ.കെ. ആന്റണി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് LDF കേരളത്തിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചത്. 20-18 സീറ്റും പിടിച്ചെടുത്തു അന്ന്. ആ രീതിയിലുള്ള ഇതൊരു ചെറുമൊരു തിരമാല അടിക്കലല്ല, ഇതൊരു പിന്നെ സുനാമിയാണ്. മലവെള്ള പാച്ചിലായിരുന്നു, കുത്തൊഴുകി പോവുക ചെയ്ത്. അപ്പോൾ കൊല്ലമൊക്കെ ആരെങ്കിലും ചിന്തിക്കാത്ത രീതിയിലാണ് അവിടെയൊക്കെ സംഭവിച്ചിരിക്കുന്നത് UDFന് അനുകൂലമായിട്ട്. അപ്പോൾ അതായത് CPM-ൻ്റെ അല്ലെങ്കിൽ LDF-നെ കിട്ടിക്കൊണ്ടിരുന്ന വോട്ടുകൾക്കകത്ത് ആ ഒരു അതിനകത്ത് കയറി കൂടി ഭിന്നിപ്പിക്കാൻ ബി.ജെ.പിയുടെ പ്ലാനിങ് ആയിരുന്നില്ല. ബി.ജെ.പി LDF-നെ ദുർബലമാക്കുക എന്നുള്ള ഒരു അവരെ അജണ്ടപ്പെടാത്ത കാര്യമാണ്. അവർക്ക് ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ചക്ക വീണപ്പോൾ മോലിയെത്ത പോലെ ആയിപ്പോയി. ആ രീതിയിലാണ് ഇപ്പോൾ അവർക്ക് കിട്ടിയിരിക്കുന്നത്. കാരണം അവർ UDF-നെ കോൺഗ്രസിനെ ദുർബലമാക്കുക എന്ന് തന്നെയായിരുന്നു ദേശീയ തലത്തിലുള്ള അജണ്ട. ആ അജണ്ടയുടെ പാറ്റേൺ മാറ്റിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. കോൺഗ്രസിനെ ദുർബലമാക്കിയിട്ടില്ലെങ്കിലും വേണ്ടില്ല, എന്നാൽ CPM-നെ ഫിനിഷ് ചെയ്യുക എന്നുള്ള ഇനിയിപ്പോൾ അവരെ ഇതുവരെയുള്ള ഇലക്ഷൻ സ്ലോഗൻ അതിനകത്ത് മാറ്റം വരുത്താൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ കാണുന്നത്. കാരണം ഇനിയും ബി.ജെ.പിയുടെ അജണ്ടകൾ മാറ്റും. കാരണം ഇങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്കെന്നുള്ളത്. അതല്ല, കോൺഗ്രസ് വാനിഷ്ഡ് ഇന്ത്യ എന്ന് തന്നെയാണ്, കോൺഗ്രസിനെ തന്നെ ഇല്ലാതാക്കണം. കാരണം ഇതിനു ശേഷം തെലങ്കാനയിലും കർണാടകയിലും ഇലക്ഷൻ വരാൻ പോകുമ്പോൾ അവിടെ തീർക്കണമെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ ആദ്യം കേരളത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. കേരളത്തിൽ കോൺഗ്രസിനെ ഇല്ലാതാക്കിയാൽ മാത്രമേ, നട്ടെല്ലാം ഒടിച്ചിട്ടാൽ മാത്രമേ തെലങ്കാനയിലും കർണാടകയിലും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എണീറ്റ് നിൽക്കാൻ, ആരോഗ്യമില്ലാതാക്കാൻ കോൺഗ്രസിനെ കഴിയുകയുള്ളൂ എന്ന ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബി.ജെ.പി വീണ്ടും
ഇപ്പുറത്ത് തന്നെ കയറി കളിക്കാനുള്ള സാധ്യതയും ഞാൻ കാണുന്നു. കാരണം CPM എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ഇവിടെ മാത്രമേ ഉള്ളൂ, ഇത് ഇവിടെ നിന്ന് വളരാനൊന്നും പോകുന്നില്ല. പിന്നെയും ഇടതുപക്ഷ പാർട്ടികളിൽ ഞാൻ സാധ്യത കാണുന്നത് CPI MLനെ പോലെയുള്ള ബീഹാറിലൊക്കെയുള്ള അങ്ങനെയുള്ളൊരു ഏകീകരണം വരികയും CPM-ഉം CPI-യും ഒക്കെ അവരുടെയൊക്കെ മുമ്പിൽ ഞങ്ങൾ വലിയേട്ടൻ എന്നൊക്കെ പറഞ്ഞ് നിൽക്കാതെ നമ്മളും നിങ്ങളൊക്കെ ഒരേപോലെയാണ്, എല്ലാവരും സയാമീസ് ഇരട്ടകളുടെ അവസ്ഥയിലാണെന്നുള്ള സോഷ്യലിസം ആദ്യം അതിനകത്ത് വലിപ്പച്ചെറുപ്പം നോക്കാതെ ആ രീതിയിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഒരു ഐക്യസഭ, സോഷ്യലിസ്റ്റ് പാർട്ടികളുടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ അല്ല, സോഷ്യലിസ്റ്റ് പാർട്ടികളുടെ. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളൊന്നും ഇല്ല, ഇപ്പോൾ കമ്മ്യൂണിസം ഇല്ലല്ലോ. കോൺഗ്രസിൽ ഗാന്ധിസം ഇല്ലാത്തതുപോലെ പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളൊന്നും കമ്മ്യൂണിസം ഒന്നുമില്ല. അപ്പോൾ ഒരു സോഷ്യലിസ്റ്റ് എക്കണോമിക് പോളിസിയും കാര്യങ്ങളൊക്കെ വെച്ച് പോകുന്ന രീതിയിലുള്ള ഒരു ഇടത് നയങ്ങളുടെ ഉള്ളിൽ സൂക്ഷിക്കുകയും എന്നാൽ ന്യൂ ലിബറൽ ആശയങ്ങളൊക്കെ അത്യാവശ്യം നന്നായിട്ട് പ്രചരിപ്പിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന രീതിയിലേക്കാണ് നിൽക്കുന്നത്. അപ്പോൾ ആ രീതിയിലുള്ളൊരു മുന്നണി ഉണ്ടായാൽ മാത്രമേ പിന്നെ ദേശീയധാരയിൽ ഇവർക്ക് എന്തെങ്കിലും പ്രസക്തി ഉണ്ടാവുള്ളൂ, അല്ലാതെ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ ആ രീതിയിലല്ലാതെ ചേരാൻ പറ്റുന്ന, ആശയപരമായി ചേരാൻ പറ്റുന്ന മറ്റുള്ളപക്ഷ പാർട്ടികൾ, ഇത് ഒരുപക്ഷെ CPM-നേക്കാളും CPI-യേക്കാളും ഇടതുപക്ഷ സ്വഭാവം വെച്ച് പുലർത്തുന്ന പാർട്ടിയാണ് ML ഉൾപ്പെടെയുള്ള പാർട്ടികൾ. അങ്ങനെ ദേശീയ തലത്തിൽ ധാര ഉണ്ടാക്കുക അവരുടെ മുമ്പിൽ മാർഗ്ഗമുള്ള കേരളത്തിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ, കേരളത്തിൽ തിരുവനന്തപുരത്ത് ഇപ്പോൾ 50 സീറ്റ് അല്ലേ, 50 സീറ്റല്ലേ കിട്ടിയേക്കുന്നത്? 50 സീറ്റ് BJP-ക്ക്, 29 സീറ്റ് CPM-ന്, അതിനകത്ത് 19-20 സീറ്റ് 50 സീറ്റിനകത്ത് 50 സീറ്റിൽ BDJS എത്രയുണ്ടെന്നുള്ളത് ഒന്നുമില്ല. ആലോചിച്ച് നോക്കേണ്ടത്. കേരളത്തിലെ നമ്പർ 1 പാർട്ടി എന്നത് CPM ആയിരുന്നു ഇതുവരെ, ഏറ്റവും വലിയ പാർട്ടി. ചിലപ്പോൾ മൊത്തത്തിൽ എടുക്കുമ്പം വോട്ട് കണക്കിലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുന്നണി സംവിധാനങ്ങൾ എന്ന് പറഞ്ഞാൽ NDA-യുടെ മുന്നണി എന്ന് പറയുന്നത് ഒരു പേരിന് മുന്നണിയുള്ളൂ. തുഷാർ വെള്ളാപ്പള്ളിയെ അവിടെ നിർത്തിയിട്ടുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ, അല്ലാതെ ആരും ഇല്ല. വെള്ളാപ്പള്ളി നടേശം പോലും അതിൻ്റെ കൂടെ ഇല്ല എന്നുള്ളതാണ് സ്ഥിതി. അപ്പോൾ അങ്ങനെയുള്ള സ്ഥിതിക്കകത്ത് എടുത്ത് നോക്കുമ്പോൾ ഏറ്റവും വലിയ പാർട്ടിയായിട്ട് BJP മാറുന്ന ഒരു കാഴ്ചയാണ് കാണാൻ പറ്റുന്നത്. ഇതുവരെ CPM ആയിരുന്നു ഏറ്റവും വലിയ പാർട്ടി, ഒറ്റ പാർട്ടി എടുത്തു കഴിഞ്ഞാൽ. അതിൽ നിന്ന് മാറിയിട്ട് BJP ഏറ്റവും വലിയ പാർട്ടിയോ അല്ലെങ്കിൽ രണ്ടാമത്തെ പാർട്ടിയോ ആയിട്ട് മാറുന്ന ഒരു കാഴ്ചയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. മറ്റേ കോൺഗ്രസിനെന്ന് പറഞ്ഞാൽ വോട്ട് മുഴുവൻ പാർട്ടിയല്ല. ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസിനോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ടല്ല, UDF വരണമെന്ന താല്പര്യം കൊണ്ടല്ല ആളുകൾ വോട്ട് ചെയ്തത്, മറിച്ച് LDF തോറ്റ് കാണണം എന്നുള്ള, LDF-ന്റെ തകർച്ച ഒന്ന് കാണണം തൽക്കാലത്തേക്കെങ്കിലും. താൽക്കാലിക ഞാൻ ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലേക്ക് തോന്നുന്നത് CPM അനുഭാവികളായിട്ടുള്ള പല ആളുകളും, ഒരുപക്ഷെ CPM മെമ്പർമാരായിട്ടുള്ള പല ആളുകളും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ LDF-ന് വോട്ട് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നുണ്ടോ? സാധാരണഗതിയിൽ അസംബ്ലി ഇലക്ഷനോ ലോക്സഭാ ഇലക്ഷനോ നടക്കുന്ന ഒരു വോട്ടിംഗ് പാറ്റേണോ അതിൻ്റെ രീതിയോ അല്ല സാധാരണഗതിയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ളത്. നമുക്കറിയുന്ന ആളുകൾ, അതിൽ നിന്ന് ഒരാൾക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ആക്സസ് ഉള്ള, നമുക്ക് നാട്ടിലെ കാര്യങ്ങളെല്ലാം സജീവമായിട്ട് ഇടപെടുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ മാത്രമാണ് കാണുന്നത്. തീർത്തും വ്യക്തിപരമായിട്ടാണ് വോട്ടേഴ്സിൻ്റെ ഇടയിൽ ഒരു 60% പേരും ചിന്തിക്കാറുള്ളത്. ആളെ നോക്കിയിട്ടങ്ങ് വോട്ട് ചെയ്യുന്ന രീതിയാണ്. പക്ഷേ ഇത്തവണ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് പൊളിറ്റിക്കലായിട്ട് വോട്ട് ചെയ്ത ഒരു തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. എത്ര നല്ല ആളായാൽ പോലും, സ്വന്തം അന്യനായാൽ പോലും, അരിവാൾ ചുറ്റിക നക്ഷത്ര അടയാളത്തിലും അരിവാൾ നിൽക്കെതിരെ അടയാളത്തിലോ അല്ലെങ്കിൽ അടുത്ത മുന്നണിയുടെ മറ്റേതെങ്കിലും ചിഹ്നത്തിലോ സ്വതന്ത്രനായിട്ടോ മത്സരിച്ചാലും അത് വോട്ട് ചെയ്യുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ മറ്റു ചില കാര്യങ്ങൾക്ക് നമ്മൾ കുട പിടിച്ചു കൊടുക്കുകയും വളം ഇട്ട് കൊടുക്കുകയും വെള്ളം ഒഴിച്ചു കൊടുക്കുകയുമാണ് എന്നുള്ള തോന്നലിലേക്ക് ആളുകളെത്തി. ആ രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഒരടി കൊടുക്കണം എന്നുള്ള ചിന്തയിലേക്ക് ജനം എത്തിത്തീർന്നു എന്നുള്ള. 2004 എങ്ങനെയാണോ UDF-ന് അടിച്ചത്, ആ അടിച്ച അതേ അടിയുടെ അതിനേക്കാൾ തീവ്രത കൂടിയ രീതിയിൽ, അതിനേക്കാൾ ശക്തമായ രീതിയിലുള്ള അടിയാണ് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ നടന്നത്. അത് കോൺഗ്രസിനോടുള്ള ഇഷ്ടം കൊണ്ടല്ല, UDF-നോടുള്ള താല്പര്യം കൊണ്ടുമല്ല, മറിച്ച് CPM-ന് ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം എന്ന് ജനം തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു, CPM-ന്റെ പ്രവർത്തകർ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. പലപ്പോഴും വോട്ട് ഇപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലും തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിലും ഒക്കെ എനിക്കറിയാവുന്നതുണ്ട്. കാരണം വോട്ട് ചോദിക്കാൻ പോയിട്ടുള്ളവർ, ഈ സ്ഥാനാർത്ഥിയുടെ ബാഡ്ജും കുത്തിയിട്ട് അതിന് പോയിട്ടുള്ളവർ, ഇവരുടെ ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ വൈകുന്നേരം വരെ ഇരിക്കുന്നവർ, രാത്രി എത്തിക്കഴിഞ്ഞിട്ട് അവർക്ക് സ്വാധീനിക്കാൻ പറ്റുന്ന വോട്ടുകൾ വിളിച്ചിട്ട് ആൾക്കാരെ വിളിച്ച് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് വേറെ കാര്യങ്ങളാണ്. ഈ പ്രവർത്തനത്തിന് ഇറങ്ങിയ ആൾക്കാർ പോയിട്ട് വോട്ട് തിരിച്ചു ചെയ്തു എന്നുള്ളത് എന്നോട് പറഞ്ഞവരുണ്ട്. അല്ല, ഇതിനകത്ത് കാരണം എന്താ വെച്ചാൽ പല ചെങ്കോട്ടകളിലും, അതായത് ഉരുക്കുകോട്ട, CPM-ന്റെ ഉരുക്കുകോട്ടകളിൽ പലതിലും CPM പരാജയപ്പെടുന്ന ഒരു കാഴ്ച ഉണ്ടായിട്ടുണ്ട്. അവിടുന്ന് പരാജയപ്പെട്ട് ഇറങ്ങിയതിന് ശേഷം പ്രസ്ഥാനത്തെ വഞ്ചിച്ചവരെ നിങ്ങൾക്ക് മാപ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് CPM പ്രവർത്തകർ തന്നെ ജാഥ നടത്തുന്നത് നമ്മൾ ഇന്നലെ ദൃശ്യങ്ങളിൽ കണ്ടു. അതെ, ഇതിനകത്ത് CPM ഇതിൽ നിന്ന് പാഠം പഠിക്കുന്നില്ല എന്നതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള വസ്തുത. കാരണം വടിവാളുമായിട്ട് ഒരാളുടെ വീട്ടിലേക്ക് പോവുക, എതിർ പാർട്ടിക്കാരെ പാർട്ടി ഓഫീസുകൾ ആക്രമിക്കുക, ഇതൊക്കെ ആലോചിച്ച് നോക്കൂ. ബംഗാളിൽ ഇങ്ങനെ ചെയ്തതിൻ്റെ ഫലമാണ് പിന്നീട് അവിടെ CPM-ന്റെ പ്രവർത്തകർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയെത്തിയത്. അവരുടെ നാട്ടിൽ കിടന്ന് മരിക്കാൻ പറ്റാത്ത അവസ്ഥയിലോട്ടാണ് പോകുന്നത്. നാട്ടിലോട്ട് തിരിച്ചു ചെന്നാൽ അടിയാണ് കിട്ടുന്നത്. ബ്രാഞ്ച് സെക്രട്ടറിയെ കണ്ടു കഴിഞ്ഞാൽ കർണത്തിൽ അടി അടിച്ചു വിടും, ലോക്കൽ സെക്രട്ടറിയെ കണ്ടു കഴിഞ്ഞാൽ 2 കർണത്ത് ഓരോ അടി അടിക്കും, ഏരിയ സെക്രട്ടറിയെ കണ്ടു കഴിഞ്ഞാൽ ഒരു കൈ തല്ലി ഓടിക്കും, ജില്ലാ സെക്രട്ടറിയെ കണ്ടു കഴിഞ്ഞാൽ 2 കാലും വെട്ടിയെടുക്കും,
സംസ്ഥാന സെക്രട്ടറിയെ കൈ കിട്ടാത്തതുകൊണ്ട് അല്ലെങ്കിൽ ഒരു കൊന്നുകളയും എന്നുള്ള അവസ്ഥയിലേക്ക് അവിടെ പോയിട്ടുള്ളത്. കാരണം ഇവൻ്റെ പാർട്ടിക്കകത്തുള്ള പദവി നോക്കിയിട്ട് പണിഷ്മെന്റ് കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ജനം തെരുവിലിറങ്ങുക. ഞാൻ CPM-ന്റെ കൊൽക്കട്ടയിലുള്ള അവരുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ പോയിട്ടുണ്ട്. അവിടെയൊക്കെ ആളൊഴിഞ്ഞ ആയിട്ടാണ് ഇപ്പോൾ കിടക്കുന്നത്. കാരണം എന്താ വെച്ചാൽ അവിടെ ഞാൻ അന്ന് സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ആളുടെ പദ്ധതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പം അന്ന് അവിടെ EMS-ഉം ഒക്കെ ഇരുന്ന് മീറ്റിംഗ് കൂടിയിട്ടുള്ള പൊളിറ്റ് ബ്യൂറോ ഒക്കെ കൂടിയിട്ടുള്ള സ്ഥലമൊക്കെ ഞാൻ പോയി കണ്ടിരുന്നു. വലിയ കെട്ടിടമാണത്. പക്ഷേ ആ കെട്ടിടത്തിൽ ഇപ്പോൾ ഒരു ആളൊഴിഞ്ഞ അവസ്ഥയാണ്. അങ്ങനത്തെ ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞത് അത്തരം ഒരു ഗതികേടിലേക്ക് AKG സെൻറ്റർ എത്താതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. AKG സെൻറ്റർ നിൽക്കുന്ന വാർഡിൽ വിജയിച്ചത് CPM അല്ല എന്നുള്ളതാണ്. അവിടെ പിന്നെ എനിക്ക് തോന്നുന്നു അവിടെ AKG സെൻറ്ററിനോട് ചേർന്ന് ഫ്ലാറ്റ് ഉണ്ട്. പല നേതാക്കന്മാരും ചിലപ്പോൾ അവിടെയോട്ട് വോട്ട് മാറ്റിയിട്ടുണ്ടാവും. കാരണം സൗകര്യം നോക്കിയിട്ട് ചിലർ നാട്ടിൽ തന്നെ ആയിരിക്കും എന്നൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അവിടെ വരെ തോറ്റുപോയി എന്നുള്ളതാണ്. കാരണം അതിൻ്റെ പശ്ചാത്തലം എന്തോ ആവട്ടെ, അതിപ്പം പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഇവിടെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഈ അക്രമ രാഷ്ട്രീയത്തിലേക്ക് വീണ്ടും പോവുക. നാട്ടുകാർ എതിരായി വോട്ട് ചെയ്തതിനും എതിർ സ്ഥാനാർത്ഥി ജയിച്ചതിനും എതിർ പാർട്ടിക്കാരെ ആക്രമിക്കുന്ന സ്വഭാവത്തിലേക്ക് പോയി കഴിഞ്ഞാൽ, അതേ രീതി തന്നെ UDF അധികാരത്തിൽ വരുമ്പോൾ അവരും തുറന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇതിൻ്റെ അവസ്ഥ? കേരളം പോലെയുള്ള സംസ്ഥാനത്ത് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ വരുന്നില്ലേ? ജനാധിപത്യ അവകാശത്തിൻ്റെ പേരിൽ ഒരു സ്ഥാനാർത്ഥി ജയിച്ചു അയാൾ സ്വീകാര്യനായതുകൊണ്ടാണ്. നിങ്ങൾ പരിശോധിക്കേണ്ടത് നിങ്ങൾ എന്തുകൊണ്ട് തോറ്റു എന്നുള്ളത്. ആരായാലും ഏത് പാർട്ടിയാണെങ്കിലും നിങ്ങൾ എന്തുകൊണ്ട് തോറ്റു എന്ന് പരിശോധിക്കുന്നതിന് പകരം ജയിച്ച സ്ഥാനാർത്ഥിയുടെയും അയാളുടെ കൂടെ പ്രവർത്തിച്ചവരുടെയും വീടുകൾ ആക്രമിക്കുക, വടിവാളുമായിട്ടൊക്കെ പോകുന്ന CCTV ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ട്. CPM-ന്റെ പാർട്ടി നേതൃത്വം എടുത്ത് തീരുമാനം എടുക്കേണ്ടത് ഇത്തരം ആളുകളെ സംരക്ഷിക്കില്ല എന്നുള്ള ക്രിമിനൽ രാഷ്ട്രീയം വീണ്ടും ഇവിടേക്ക് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അത് തിരിച്ചടിയുണ്ടാകും. പിന്നെ പ്രാദേശിക നേതാക്കന്മാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് ഇവരുടെ ഒരു അഹങ്കാരം, അത് ജനങ്ങൾക്ക് ആക്സസ് ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോകുമ്പം ഫലത്തിൽ പാർട്ടി സ്റ്റേറ്റ് ലീഡർഷിപ്പ് എത്ര ഫ്ലെക്സിബിൾ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അല്ലെങ്കിൽ ജില്ലാ നേതൃത്വം അവരുടെ മുമ്പിൽ കാണുന്ന പാർട്ടിയുടെ പ്രതിനിധിയായിട്ട് കാണുന്ന ആളുകളിലൂടെയാണ് അവർ പാർട്ടിയെ കാണുന്നത്. അവിടെ വെച്ച് നോക്കുമ്പം മറ്റുള്ളവർ ഇപ്പോൾ കോൺഗ്രസ്സുകാരെ കൂടെ ഫ്ലെക്സിബിളാണ്. എന്തൊക്കെ പറഞ്ഞാൽ ഒരു വിഷയം കൊണ്ടു ചെന്ന് കഴിഞ്ഞാൽ വേണമെങ്കിൽ 100,000-500,000 കൊടുക്കട്ടേക്കും അവർക്ക് ചായ കുടിക്കാനൊക്കെ എന്നുള്ളത് വെച്ച് നോക്കിക്കഴിഞ്ഞാലും കാര്യങ്ങൾക്കകത്ത് തീടും. ഇത് മറ്റേത് അങ്ങനെയല്ല. കക്ഷത്തിൽ 2 വെട്ടുകല്ലും വെച്ച് ഇങ്ങനെ മസിലും പിടിച്ച് ഇങ്ങനെ ഇരുന്നിട്ട് താത്വികമായി കാര്യങ്ങളെ വിലയിരുത്തുന്ന അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വേറൊരു പ്രശ്നമുണ്ട്. പോക്കറ്റ് കാശ് മേടിച്ചിട്ടതിന് ശേഷം കാര്യം നടത്തി കൊടുക്കാതിരിക്കും. അല്ല, ഇപ്പോൾ ഇത് ആരും വ്യത്യാസമൊന്നുമില്ല. എല്ലാ പാർട്ടിക്കാർക്കകത്തും ഇത്തരക്കാരുണ്ട് എന്നുള്ളതാണ് സ്ഥിതി. അപ്പം ഞാൻ പറയുന്നത് CPM പോലെയുള്ള ഒരു പാർട്ടി ഇതിനകത്ത്, CPIക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല അതിനകത്ത്. പക്ഷേ CPM പോലെയുള്ള പാർട്ടി കുറച്ചുകൂടെ ഗൗരവമായിട്ട് ഒരു ആത്മപരിശോധനയ്ക്ക് തയ്യാറാവുകയും അക്രമ രാഷ്ട്രീയത്തിലേക്ക് പോകുന്ന ആളുകളെ തള്ളിപ്പറയുക, അവരെ പ്രൊട്ടക്ട് ചെയ്യാതിരിക്കുകയും കൂടെ ചെയ്യണം. തള്ളി പറഞ്ഞിട്ട് കാര്യമില്ല. പേരിന് വേണ്ടി ഞങ്ങൾ അവർക്കെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല. ഒരു നിലപാടില്ലായ്മയിലേക്ക് പാർട്ടി നേതൃത്വം പോകാതെ പാർട്ടി പ്രവർത്തകരായിട്ടുള്ള ആരെങ്കിലും ഈ പാർട്ടിയുടെ ലേബൽ വെച്ച് ക്രിമിനൽ ആക്ടിവിറ്റീസിലുണ്ടെങ്കിൽ അവരെ പുറത്താക്കുക മാത്രമല്ല അവരെ ഒറ്റപ്പെടുത്തുന്നതിന് ഞങ്ങൾ മുൻകൈ എടുക്കുന്നുള്ള മെസ്സേജ് കൊടുക്കണ്ടേ. എന്നാൽ മാത്രമേ 6 മാസമേ ഉള്ളൂ ഇവരുടെ മുമ്പിൽ. 6 മാസം കൊണ്ട് അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. BJP കടന്നു വരുമ്പോൾ CPM-ന് ദോഷം ചെയ്തു. കാലങ്ങളായി അവരുടെ കയ്യിൽ പ്രത്യേകിച്ചും ഈഴവ സമുദായത്തിൻ്റെ വോട്ടെന്ന് പറയുന്ന വോട്ട് ബാങ്ക് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിരുന്നു. അതിലാണ് തൊട്ട് കളിച്ചിരിക്കുന്നത്. അത് പൊട്ടിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അങ്ങനെ സാധനമില്ല. അങ്ങനെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇല്ല CPM-ന് ഇപ്പോൾ. എനിക്ക് 2021 തെരഞ്ഞെടുപ്പിൽ ചെത്തുകാരൻ്റെ മകൻ എന്നുള്ളൊരു വിളി K. സുധാകരൻ്റെ വായിൽ നിന്ന് വീണിരുന്നു. ചെത്തുകാരൻ്റെ മകന് മുഖ്യമന്ത്രിയാകുവാൻ ഒരു വോട്ട് എന്നുള്ള രീതിയിൽ ചില സ്ഥലങ്ങളിലൊക്കെ ചുവരെഴുത്തി കണ്ടിരുന്നു. അതൊക്കെ ഏറെ ഗുണം ചെയ്തതാണ്. ചെത്തുകാരുടെ സമുദായത്തിൻ്റെ പേരിൽ, സമുദായ താല്പര്യത്തിൻ്റെ പേരിൽ ഇവിടെ പിന്നെ എല്ലാ കൊള്ളയും കൊണ്ടു നടക്കുന്ന ഒരാളെ സ്റ്റേറ്റ് കാറിൽ ആനയിച്ച് കൊണ്ടുപോയിട്ടും ഇവർ അവർക്കെതിരെ വോട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ അതൊരു പൊളിറ്റിക്കൽ മെസ്സേജാണ്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് സഖാവ് പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ ഉപദേശകരും CPM-ന്റെ സംസ്ഥാന കമ്മിറ്റിയുമാണ് എന്ന് മാത്രമാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉള്ള ആൾക്കാരെ സ്റ്റേറ്റുകാരിൽ കൊണ്ടുപോയിട്ട് ആരെങ്കിലും വോട്ട് കിട്ടും എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നൊക്കെ കേരളം മാറി ചിന്തിച്ചിരിക്കുന്നു. വർഗീയമായി, അതായത് പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അരുന്ധതി റോയി ദ ഗോഡ് ഓഫ് സ്മാൾ തിങ്സ് എന്ന് പറയുന്ന പുസ്തകത്തിന് ബുക്കർ പ്രൈസ് കിട്ടിയ സമയത്ത് അവർ നടത്തിയ നിരീക്ഷണം ഉണ്ടായിരുന്നു. കേരളത്തിൽ നിലവിലുള്ള ജാതീയതയ്ക്കെതിരായി പോരടിക്കുന്നു എന്ന, അതില്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന തോന്നലുണ്ടാക്കുന്ന മാത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ചെയ്യുന്നത്. EMS ഉൾപ്പെടെയുള്ളവർ ആ ജാതീയത നിലനിൽക്കണമെന്നും ഇവിടെ പിന്നെ അതേപോലെ തന്നെ ഈ ക്ലാസ് സ്ട്രക്ചർ നിലനിൽക്കണമെന്നും അതില്ലാതെയായാൽ തങ്ങളുടെ പാർട്ടിക്ക് സ്കോപ്പില്ല എന്നും വിശ്വസിക്കുന്ന എന്നും ഉള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിനെ തകർക്കാതിരിക്കാൻ, ഈ സിസ്റ്റം നിലനിന്ന് പോകാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് അരുന്ധതി റോയി പറഞ്ഞപ്പോൾ അരുന്ധതി റോയിയെ വല്ലാതെ തിരിച്ചാക്രമിച്ചിട്ടുണ്ട് പുരോഗമന കലാസാഹിത്യ സംഘമൊക്കെ. ഞാനിപ്പോഴും പറഞ്ഞത്, ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്ക് പോയപ്പം അതിൻ്റെ 1 മാസം മുമ്പ് തൊട്ട് ഉള്ള കുറേ കാര്യങ്ങളിൽ കോഴിക്കോട് പോയിട്ട് സേവ് ഹമാസ് റാലി നടത്തി. അപ്പോൾ അവിടെ തൃപ്തിയായെന്ന് എഴുതി. ഇവിടെ വന്നിട്ട് വെള്ളാപ്പള്ളിയെ അവിടെ കൊണ്ടുവന്നു. പിന്നെ മലപ്പുറം മുഴുവൻ വർഗീയവാദികളുടെ കേന്ദ്രമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളാപ്പള്ളിയെ പൊന്നാട അണിയിച്ച്, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ എന്തോ പിന്നെ കുന്തമുണ്ടായിരുന്നു, അതിന് പോയിട്ട് ഇവരെല്ലാം കൂടെ
പോയിട്ട് ആദരിച്ചു. അപ്പം ഇവിടെ ഉള്ളവരും കയ്യിലായെന്ന് കരുതി. സ്കൂളിലെ വിഷയം ഹിജാബ് വിഷയം വന്നപ്പോൾ അതിനകത്ത് രണ്ട് തരത്തിലുള്ള അഭിപ്രായം പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ കൂടെ വരുമ്പം ഞാൻ പറയുന്നത് ആളുകളെ എല്ലാ കാലത്തും വിഡ്ഢികളാക്കാൻ പറ്റത്തില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് വളരെ ഗൗരവമായ ഒരു പരിശോധന നടക്കേണ്ടതുണ്ട്. ആ പരിശോധന നടത്തി അവർ റെക്ടിഫൈ പോകേണ്ടതുണ്ട്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഇല്ലാത്തൊരു ഇന്ത്യ വലിയ അപകടത്തിലേക്ക് പോവുക. അതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഞാൻ കാണുന്നില്ലെങ്കിലും കേരളം അതിനും വലിയ അപകടത്തിലായിരിക്കും. അതെ, ഒരു സോഷ്യലിസ്റ്റ് ചേരി ഇവിടെ ആവശ്യമാണ്. അത് ഇല്ലാതാവുന്നത് അപകടകരമാണ് എന്ന് തിരിച്ചറിയേണ്ടത് CPM-ഉം ഇടത് ജനാധിപത്യ മുന്നണിയുമാണെന്ന് പറഞ്ഞ് തൽക്കാലം അവസാനിപ്പിക്കാം.